ഹായ് ഫ്രണ്ട്സ്, അൽത്താഫാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം നെല്ലിക്കുഴിയിലുള്ള നങ്ങേലിപ്പടി ജംഗ്ഷനിലാണ്. അവിടെയുള്ള ബൈത്ത് എന്ന ഹോട്ടലിലാണ് ഇന്ന് നമ്മുടെ ഫുഡിങ്. ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നിയത് നല്ല നെയ്ച്ചോറും പോത്തിറച്ചിയും കഴിക്കണം എന്നാണ് തോന്നിയത്. ഞങ്ങൾ ആദ്യം തന്നെ ഹോട്ടലിൽ വന്ന് ചോദിച്ചു ഫസ്റ്റ് ഡിഷ് ഇവർ പറഞ്ഞത് നെയ്ച്ചോറായിരുന്നു. ഞങ്ങളൊന്നും ചിന്തിച്ചില്ല. ഞങ്ങളത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ നേരെ ഹോട്ടലിനകത്തേക്ക് കയറിയിരുന്നു. നെയ്ച്ചോറ് പ്രതീക്ഷിച്ച ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു നേരെ ഫ്രണ്ടിൽ വന്ന് ഇല കൊണ്ടിട്ടത്. ഇത് ഞങ്ങൾ ഭയങ്കര ആശ്ചര്യവും സന്തോഷവും ഉളവാക്കിയെന്ന് പറയേണ്ടി വരും. തികച്ചും ഒരു നാടൻ സ്റ്റൈലിൽ തന്നെയാണ് വിളമ്പലൊക്കെ നടന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അങ്ങോട്ട് സന്തോഷമായി കേട്ടോ. ഇലയിലൊക്കെ വിളമ്പി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് പിടിച്ച് തിന്ന് നോക്കണം, അല്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല. അങ്ങനെ ചൂടൻ നെയ്ച്ചോറ് അങ്ങനെ വിളമ്പി തുടങ്ങി. വീണ്ടും ഇവർ ഞെട്ടിച്ചു. കാരണം ഇവർ പരിപ്പൂടി ഉണ്ട് ഇതിന് കൂടെ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം അങ്ങനെ കാണാറില്ല അവിടെ സുഹൃത്തുക്കളെ. അപ്പം ആദ്യം തന്നെ പരിപ്പ് ഒഴിച്ച് ചോറിട്ടുന്ന ഇളക്കി ആ ഉരുള ആദ്യം കഴിക്കണം. അപ്പോഴാണ് അതൊന്ന് സെറ്റ് ആവുള്ളൂ. ശരിയല്ലേ? വിശക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ പ്രതീക്ഷയിലും ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. ഓ, ഗീ റൈസിൻ്റെ മെയിൻ താരം എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ സൈഡ് ഡിഷ് ആദ്യം എത്തി. ചിക്കൻ കൊണ്ടാട്ടം കാണുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ നോക്കി. നല്ല മുളകൊക്കെ മുകളിലൊക്കെ ഇട്ട് നല്ല രസമുണ്ട്, നല്ല കളർഫുൾ സാധനം. സുഹൃത്തുക്കളെ, എനിക്ക് ഇറച്ചിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വെന്തിരിക്കണം. അതെനിക്ക് ഇഷ്ടം. അതിന് ആദ്യം തന്നെ ഞാനത് എടുത്ത് നോക്കും. അടിപൊളിയായിട്ട് ഈ സാധനം. അങ്ങനെ നമ്മുടെ മെയിൻ താരം എത്തിട്ടോ, ബീഫ് എത്തി. ആഹാ, അടിപൊളി. പാത്രത്തിൽ ഒരു ഇലയൊക്കെ ഇട്ട് അതിൻ്റെ അകത്ത് ബീഫൊക്കെ ഇട്ട് തികച്ചും നാടൻ സ്റ്റൈലിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. അതിന് ബീഫും ഞാൻ എടുത്തു നോക്കി. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സ്റ്റൈലിഷ് ആയിട്ടിരിക്കുന്നത്, കാണാനും കൊള്ളാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ? നമുക്ക് പരിപ്പും ബീഫിൻ്റെ കുറച്ച് കറിയും ഒരു കഷ്ണം ബീഫും ഇട്ട് കുഴച്ചിട്ട് വേണം ഫസ്റ്റ് ഉരുള. അപ്പോൾ സുഹൃത്തുക്കൾ ഒട്ടും നിരാശപ്പെടുത്തിയില്ല കേട്ടോ. അടിപൊളി പെരുമ്പാൽ സ്റ്റൈലിൽ നെയ്ച്ചോറും പോത്തിറച്ചിയും വിത്ത് പരിപ്പ് കറിയും കിഡു ഐറ്റം. കൂടാതെ ഈ പറഞ്ഞ ചിക്കൻ കൊണ്ടാട്ടല്ലോ, അടിപൊളി സ്പൈസി ആയിരുന്നു, നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഈ ഗീ റൈസ് കോംബോ പാക്കിന് 130 റുപ്പീസാണ്. അൺലിമിറ്റഡ് റൈസും ഉണ്ട്. കൂടാതെ ഈ ചിക്കൻ കൊണ്ടാട്ടത്തിന് 140 റുപ്പീസ്. ഞാൻ ഇതിന് 5-ൽ 4 മാർക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെ ഭക്ഷണത്തിൻ്റെ മഹത്വം എന്തോരം പറഞ്ഞാലും തീരില്ല. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോയിലായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരും. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയേറെ ലൈക്കും കമൻസും വേണം. ഇതുപോലത്തെ നല്ല വിഭവങ്ങൾ കിട്ടുന്ന എന്തെങ്കിലും ഡെസ്റ്റിനേഷനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മളെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും സുലാൻ.